ഇറാനെക്കുറിച്ച് അധികം ആരും പറയാത്ത ചില സത്യങ്ങളുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്നത്തെ ഇറാൻ വരെ ഇത് വെറുമൊരു രാജ്യത്തിന്റെ കഥയല്ല, അനന്തമായ അറിവിന്റെ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയാണ്. 1979 വിപ്ലവത്തിനു ശേഷം ഇറാൻ ഒരു വലിയ ലക്ഷ്യം മുന്നോട്ട് വെച്ചു. രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി മനുഷ്യരുടെ അറിവിലാണ്. ഇന്ന് ഇറാനിൽ സ്ത്രീകളുടെ സാക്ഷരത ഏകദേശം 85% വരെ ഉയർന്നിട്ടുണ്ട്. യുവതികളിൽ ഇത് 99%. ഇറാനിലെ സർവകലാശാല വിദ്യാർത്ഥികളിൽ 60% വരെ സ്ത്രീകളാണ്. ഇറാനിൽ ഒരു കാലത്ത് ഗ്രാമങ്ങളിൽ സ്ത്രീകളുടെ സാക്ഷരത 17% മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് 70%-ലധികമായത് ആ രാജ്യം വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന വലിയ വിപ്ലവമാണ്. ഇറാൻ സ്ത്രീകൾ അടിമകളാണെന്നും വീടുകളിൽ തളയ്ക്കപ്പെട്ടവരാണെന്നും കരുതുന്ന വലിയൊരു പക്ഷം ആളുകൾ തിരിച്ചറിയണം. ഇറാനിൽ പുരുഷന്മാരെക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ളത് സ്ത്രീകൾക്കാണ്. അവരുടെ സാക്ഷരതാ നിരക്ക് കുതിക്കുന്നത് മുന്നോട്ടാണ്, പിന്നോട്ടല്ല. ഇന്നത്തെ ഇറാനിൽ വിദ്യാഭ്യാസം ഒരു വ്യക്തിഗത നേട്ടമല്ല, അത് രാഷ്ട്രത്തിന്റെ ദേശീയ തന്ത്രമാണ്. ഇറാൻ ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരിൽ 60% വരെ സ്ത്രീകളാണ്. ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇറാനിലുണ്ട്. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, അതായത് രോഗം വരാതിരിക്കാൻ ശ്രദ്ധ എന്ന ആശയത്തിനാണ് ഇറാൻ ഊന്നൽ നൽകുന്നത്. യുദ്ധസമയത്ത് പോലും ആ രാജ്യത്തെ പിടിച്ചു നിർത്തിയത് അവരുടെ ആശുപത്രികളും ഡോക്ടർമാരുമാണ്. ഇറാനിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഗവേഷണം എല്ലായിടത്തും സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ. ഇറാനിലെ ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ത്രീകളുടെ ഉയർച്ച മാത്രമാണ്. ഉയർന്ന വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളുടെ എണ്ണം പല മടങ്ങ് വർദ്ധിക്കുന്നു. ആരോഗ്യവും ശാസ്ത്രവും ഉൾപ്പെടെ പ്രധാന മേഖലകളിലെല്ലാം സ്ത്രീകൾ തന്നെ മുന്നിൽ.